ഹലോ, അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്, ജനിച്ചു വളർന്ന വീട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഇന്ന് ഹോം ടൂറാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ്. ഇക്ക അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, ഉറക്കം ഇല്ല കേട്ടോ. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അതെന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ആ 2 ഗുളിക കഴിക്കുന്നത് നിർത്തി ഒന്നിലോട്ടാവുമ്പോഴാണ് കുറച്ച് ഉറക്കം രാത്രി കിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ രാത്രി ഉറക്കമില്ല. ഉച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് കിടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ പാലക്കാട് ടു കണ്ണനൂർ റൂട്ട്, തിരുവത്തപ്പള്ളി റൂട്ടിൽ ആയിട്ട് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ വീട്. പിന്നെന്താ, വീട്ടിൻ്റെ മുമ്പുറത്ത് ലക്ഷണം പറയാൻ നല്ല വലിയൊരു മാവ് മരം ഉണ്ട് കേട്ടോ. ഞാൻ ഫൈക്കൂട്ടനും കൂടെ വന്നിട്ടോ വീഡിയോ എടുക്കുമ്പോൾ, ഞാൻ ഫൈക്കൂട്ടനെ പോലെ ഇരിക്കുന്ന സമയത്തും ഈ മാവ് മരം ഇങ്ങനെ തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ടോ, വർഷങ്ങളായിട്ട് ഇതിന് യാതൊരു മാറ്റമല്ല. ഇപ്പോഴും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. കണ്ടോ, ഇത് മൂത്ത ആങ്ങള ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടി കെട്ടിയതാട്ടോ. ഇപ്പോൾ അവർ സ്ഥലത്തില്ല, പുറമേ ആണ്. അപ്പോൾ അതിലിപ്പോൾ ഇമ്മയും വാപ്പയും കിടക്കും കേട്ടോ. അവർ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. വാപ്പ ചായക്കടയല്ലേ, അപ്പോൾ 4 മണിക്കൊക്കെ വാപ്പാക്ക് എണിച്ച് പോവും. അപ്പോൾ സെപ്പറേറ്റ് കിടക്കും ഇതിൽ ഉമ്മയും വാപ്പയും. അങ്ങനെ ഇതാണ് കേട്ടോ ഫസ്റ്റ് കയറി വരുന്ന ഒരു ഹാള്. ഫസ്റ്റ് കയറി വരുന്ന ഹാളാണിത്. കുഞ്ഞു വീടാണ് കേട്ടോ. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ വീട് പോലെ തോന്നും, പക്ഷെ കുഞ്ഞു വീടാണ്. പിന്നെ ഇതാ ഇങ്ങനെ നടുവ് ഒരു വഴി, ലൈറ്റ് ഈ വെളിച്ചമേ ഉള്ളൂ കേട്ടോ, ഇത്രേ വെളിച്ചമുള്ളൂ. അങ്ങനെ ഒരു വഴി. ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അടുക്കള കേട്ടോ. ഇതാണ് അടുക്കള. പിന്നെ ഇത് ഒരു റൂമാണ് കേട്ടോ. ഇതാണ് ബ്രദറിൻ്റെ റൂമാണ്. നമ്മുടെ ഒരു ആങ്ങള മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മൂത്താൾ ഇപ്പോൾ സ്ഥലത്തില്ല, പുറമെയാണ് അവർ. അപ്പോൾ ഇത് അവൻ്റെ റൂം. പിന്നെ ഇതാണ് എക്സ്ട്രാ ഒരു റൂം. ഞാൻ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമാണ് കേട്ടോ. ഇവിടെ കുട്ടികൾ പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ. പൊന്നിസ് എന്താ കളിക്കുന്നത്? അതെന്ത് കളിയാ? ഇത് എൻ്റെ വേറൊരു ചേച്ചിയുടെ മോനാണ്. അന്ന് കണ്ടവനല്ല, അവൻ പോയി. ഇപ്പം ഇവനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണത്. അപ്പോൾ അവർ 3 പോയിട്ടാ ഹായ് പറയും, ഹായ് പറയും. ഈ 3 തകർപ്പനായി കളിക്കുകയാണ്. നമ്മളെ ചൊവ്വാഴ്ച ഇവിടെ വേലയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം തുണികൾ സാധനങ്ങൾ എടുക്കാൻ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അന്നേക്കാക്ക് മരുന്ന് കഴിക്കുക, ഉറക്കമല്ല, പിന്നെ കുറേ കാര്യങ്ങൾ ടെൻഷൻ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഉമ്മ വാപ്പ എല്ലാവരും ആകുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ അത് പറഞ്ഞ് കുറേ ദിവസം ഇരുന്നാൽ നമ്മളവിടെ ആകെ അളുമ്പാവും, വീട് മൊത്തം അടിക്കാതെയും കോരാതെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വൈകുന്നേരത്തോടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒരു കട്ടിൽ വെറുതെ ഇട്ടുണ്ട്. ആരും കിടക്കൊന്നുമില്ല, വെറുതെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പുറമേ അവിടെ അടുപ്പ്, അവിടെയാണ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. കുഞ്ഞു വീടാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വലുതായിട്ട് തോന്നും. മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇവിടെ തീരെ ചൂടില്ല കേട്ടോ. അതാണ് നമ്മളങ്ങനെ ഇവിടെ ആങ്ങളുടെ വൈഫൊക്കെ വിരുന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ വാപ്പ ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മൈൻഡ് തീരെ ശരിയല്ല. അപ്പോൾ ഇത് ബാത്റൂമാണ്. വേറെ പുറമേ ബാക്കിൽ വേറെ ബാത്റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ മൈൻഡൊന്നും തീരെ ശരിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹോം ടൂർ. കാണിക്കാൻ മാത്രം വലുതായിട്ടൊന്നുമില്ല വീട്, ഇത്രയേ ഉള്ളൂ. ഇത് പണ്ട് കട നടത്തിയിരുന്നതാണ് കേട്ടോ. ഇവിടെ പലചരക്ക് കട ഉണ്ടായിരുന്നു വാപ്പ. പിന്നെ അതൊക്കെ കച്ചവടം ഇല്ലാതെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുറമേ വാപ്പ ഒരു ചായക്കട നടത്തുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കാണിക്കാൻ മാത്രം ഒരുപാട് സ്ഥലങ്ങളും ഒന്നുമില്ല, കുഞ്ഞു വീടാണ്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്, ഞങ്ങളുടെ വീട്.
അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വൈകുന്നേരത്തോടെ അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. ഹോം ടൂർ ആയിക്കോട്ടെ, എൻ്റെ വീട് എല്ലാവർക്കും കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന ഹോം ടൂർ നമ്മൾ ചെയ്തതാണല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. ഞാൻ തുടക്കത്തിലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത ഒരു വീഡിയോ കാണാൻ. അതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് എൻ്റെ വീട്. നമ്മൾ ചൊവ്വാഴ്ച വന്നതാണ്. ഇത്ര ദിവസം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. വാപ്പയും ഉമ്മയും എല്ലാവരും പാടാവുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാവും. അവിടെ പോയാൽ എന്താ പറയുക, ഞാനും മാത്രമാകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. ഇപ്പോൾ കുറച്ച് പ്രയാസത്തിലാണ്. ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്, പ്രതീക്ഷയിലാണ്. ഇക്ക ഇവിടെ ഇല്ല. ഇക്ക കുളിക്കണം പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പോയില്ല. ഇക്ക മാത്രം അങ്ങോട്ട് പോയിരിക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അതാണ് ഇക്കാനെ കാണാത്തത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോസിനൊരു ലൈക്ക് കൊടുക്കുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, പറ്റുന്ന പോലെ ഷെയർ ചെയ്യുക. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടുക നമ്മുടെ ഫാമിലി ആയിട്ട്. അത്രയൊക്കെയുള്ളൂ. എല്ലാവരെയും പ്രാർത്ഥനയും വേണം ഞങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും